മൂന്നാർ വട്ടവട റൂട്ടിലെ കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കുകളിലൊന്നായ മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത പുൽമേടുകളുള്ള പാമ്പാടും ഷോലയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ, അതോടൊപ്പം മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിൽ ഇത്ര മനോഹരമായിട്ടുള്ള വ്യൂവോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേ, അതുപോലെ തന്നെ കേരളത്തിലെ സഞ്ചാരികളുടെ പറദീസയായ മൂന്നാറിലെ പ്രധാനപ്പെട്ട അട്രാക്ഷനായിട്ടുള്ള മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ, ഇവയുടെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാണുക. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ വട്ടവടയിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ഗ്രൂപ്പായിട്ട് വട്ടവടയിൽ പോയി കോവിലൂർ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നു. ഇനി ഒരു ദിവസത്തെ സ്റ്റേ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വട്ടവടയിൽ നിന്ന് മൂന്നാറിലേക്ക് പോവുകയാണ്. മൂന്നാറിലെ ആനച്ചാലിലുള്ള ടീ കാസ്റ്റിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും വട്ടവടയിലേക്ക് പോകുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്ന ഒരു സ്ഥലവും നമ്മളെപ്പോഴും നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാമ്പാടും ഷോല എന്ന് പറയുന്ന നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ, ഇന്ത്യയിലെ അല്ല കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. അതിന് ധാരാളം പ്രത്യേകതകളുണ്ട്. പുൽമേടുകളാണ്. എപ്പോൾ പോയി കഴിഞ്ഞാലും അവിടെ എല്ലാം നമുക്ക് വന്യമൃഗങ്ങളെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ പലപ്പോഴും കാണാൻ പറ്റും. പക്ഷേ അവിടെ ബസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കാറില്ല, അല്ലെങ്കിൽ വണ്ടി നിർത്തി കാണാനായിട്ട് ഫോറസ്റ്റുകാർ അനുവദിക്കാറില്ല. അപ്പോൾ നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വട്ടവടയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്ര, അതിനകത്ത് പാമ്പാടും ഷോല നിങ്ങളെ വണ്ടി നിർത്തി കാണിച്ചു തരുന്നു. അവിടുത്തെ പ്രത്യേകതകളും വിശേഷങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അധികം കാണാൻ പറ്റാത്തതാണ് ഇങ്ങനെയുള്ള വിശേഷങ്ങൾ. അതിനുശേഷം നമ്മൾ ആരോൺസ് കോട്ടേജ് മൂന്നാറിലേക്ക് പോയി അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് താമസിക്കാനുള്ള ടീ കാസ്റ്റിലേക്ക് പോകുന്നു. ഏകദേശം 80ഓളം പേരടങ്ങുന്ന നമ്മുടെ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. വലിയ ലെങ്ത് ഒന്നുമില്ല. ഈ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾ കാണണം. മൈ കേരള ടൂറിസം അസോസിയേഷൻ്റെ 33ാമത് ഫാം ട്രിപ്പിൻ്റെ 2ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ നമുക്ക് ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ സുന്ദരമായ സ്റ്റേ, അതും നമ്മുടെ വട്ടവടയിലെ കോവിലൂർ പാലസിലെ സ്റ്റേക്ക് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള എല്ലാവരും റെഡിയായി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇങ്ങനെ നിൽക്കുവാണ്. ബസ്സിലെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീപ്പിൽ കയറി പോകണം. അങ്ങനെ നമ്മൾ കോവിലൂർ പാലസിനോട് വില പറഞ്ഞ് നമ്മുടെ ആ ഫോറസ്റ്റ് ഏരിയയിലൂടെ വട്ടവടയിൽ നിന്ന് മൂന്നാറിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഞാൻ ബസ്സിലല്ല, നമ്മുടെ പാപ്പൻ്റെ പുതിയ ബ്രാൻഡ് ന്യൂ താർ റോക്സ് ഓട്ടോമാറ്റിക്കിലാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം ഷാജുമ ചേട്ടനും സജീർക്കയും പാപ്പനും ഒക്കെ ഉണ്ട്, ഷബീർ ഭായി ഉണ്ട്. ഞങ്ങളങ്ങനെ പാമ്പാടും ഷോലയെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രോപ്പർട്ടിയുടെ ഓണർ നമ്മൾ പാമ്പാടും ഷോലയിൽ ചെല്ലുമ്പോൾ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിർത്താൻ പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്ത് പെർമിഷൻ വാങ്ങി നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. കേരളത്തിലെ 5 നാഷണൽ പാർക്കുകളിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാടും ഷോല. മറ്റൊരു നാഷണൽ പാർക്കായ സൈലൻറ്റ് വാലിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മുമ്പ്. നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണുക. ഈ നാഷണൽ പാർക്കിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇവിടെ പൊതുവേ നമ്മൾ മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് പോകുമ്പോൾ ഇവിടെ വണ്ടികൾ സ്റ്റോപ്പ് ചെയ്യാൻ അനുവദിക്കാറില്ല. നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. പലപ്പോഴും ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വന്യമൃഗങ്ങളെ ഇവിടെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ വന്ന് ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ മലനിരകൾക്കപ്പുറേ, നമ്മൾ ഈ നിൽക്കുന്ന മലനിരകൾക്കപ്പുറേ നമ്മുടെ തമിഴ്നാട് ജില്ലയിലെ നമ്മുടെ സുഖവാസ കേന്ദ്രങ്ങളൊന്നായ കൊടൈക്കനാലാണ്. അതോടൊപ്പം കേരള പോലീസിൻ്റെ ഏറ്റവും ഉയർന്ന, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വയർലെസ് സ്റ്റേഷനും ഈ ഭാഗത്തുണ്ട്. ഇവിടെ ചില പ്രത്യേകതരം ജീവികൾ, നമുക്ക് മറ്റ് വനങ്ങളിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യേകതരം ജീവികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ പാപ്പൻ്റെ പുതിയ ബ്രാൻഡ് ന്യൂ താർ റോക്സ്. എടുത്തിട്ട് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 2 ദിവസം തന്നെ ആയിട്ടില്ല, എനിക്കൊന്നും 1 ദിവസമായിട്ടുള്ളൂ. ഈ വണ്ടിയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. സൂപ്പർ വണ്ടിയാണ്. നമ്മളിന്നിപ്പോൾ മൂന്നാർ വരെ ഈ വണ്ടിയിൽ സഞ്ചരിക്കും. നാളെ തിരിച്ച് നമ്മൾ ബസ്സിൽ തന്നെ ആയിരിക്കും ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ ഞാൻ, പാപ്പനെ, സജീർക്ക, ഷാജുമൻ ചേട്ടൻ, ഷബീർ ഭായ്, അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നമ്മൾ നേരെ യാത്ര ചെയ്ത് മൂന്നാറിലുള്ള ടോപ്പ് സ്റ്റേഷനിലെത്തി. വഴിയരികിലെ കാഴ്ചകളൊന്നും ഞാൻ കാണിച്ചില്ല. ഓൾറെഡി നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് വഴിയിലെ കാഴ്ചകളൊക്കെ ഓൾറെഡി കാണിച്ചിരുന്നു. ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ടോപ്പ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുന്നത്. ഈ വഴി കൂടെയൊക്കെ പലതവണ പോയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ മൂന്നാറിൽ ഒത്തിരി തവണ വന്നിട്ടുണ്ടെങ്കിലും ടോപ്പ് സ്റ്റേഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ എൻ്റെ കൂടെ 1-2 ആൾക്കാർ പറഞ്ഞു അവിടം വരെ ഇനി നടക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞ്. പലതവണ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും കാണാൻ ചിലപ്പോൾ താല്പര്യമായിരിക്കും. പക്ഷേ ഞാനിത് കാണാൻ വേണ്ടി തന്നെ ഞാൻ നടന്നു. നമ്മുടെ പൊതുവേ ഉള്ള ഹിൽ സ്റ്റേഷനിലൊക്കെ കാണുന്ന കണക്ക് ചുറ്റും കടകളാണ്. കടകൾക്കിടയിലൂടെ നമ്മൾ നടന്നു. ഏറ്റവും ടോപ്പ് സ്റ്റേഷനിൻ്റെ താഴെയായി നമ്മളെ നാളെ അക്കോമഡേറ്റ് ചെയ്യുന്ന നമ്മുടെ ടീ കാസ്റ്റിൽ, അതായത് ശ്രീജിത്ത് ഭായിയുടെ പ്രോപ്പർട്ടിയാണ്. ടീ കാസ്റ്റിലിൻ്റെ ഓണർക്ക് ഈ ടോപ്പ് സ്റ്റേഷനിൽ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂംസും ടെൻറ്റിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടി ഞാൻ പതിയെ ടോപ്പ് സ്റ്റേഷൻ്റെ മുകളിലത്തെ ഭാഗത്തുനിന്ന് പതിയെ താഴേക്ക് ഇറങ്ങി. എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ ഒരു തവണയെങ്കിലും ഓരോ മലയാളിയും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ. മലനിരകളൊക്കെ കാണാൻ ഭയങ്കര സൗന്ദര്യമുണ്ട്. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി നമ്മുടെ ശ്രീജിത്ത് ഭായിയുടെ ആ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുവാണ്. ഇവിടെ ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഒരുപക്ഷെ ആർക്കും അറിയത്തില്ല. ഈ പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 2-3 റൂമുകളുണ്ട്. അതിൽ ഒരു റൂം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ റൂം ഏതായാലും ഓപ്പൺ അല്ല. അപ്പുറത്തെ റൂം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു വ്യൂ
ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ. നമ്മുടെ കൂട്ടുകാരെല്ലാം അവിടെ നിൽപ്പുണ്ട്. ഇതാണ് വ്യൂ. നിങ്ങൾ നോക്കിയാൽ എത്ര സുന്ദരമാണ്. ഈ ബെഡ്റൂമിൽ കിടന്നുറങ്ങിയിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ. കൂട്ടുകാരെല്ലാം മാറിത്തരുന്നില്ല, ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു വ്യൂ ഉള്ള റൂം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ റൂമൊക്കെ കണ്ട് പുറത്തിറങ്ങി നമ്മൾ ഇതാണ് ടോപ്പ് സ്റ്റേഷൻ്റെ സുന്ദരമായിട്ടുള്ള വ്യൂ. അതിൻ്റെ താഴെ നിങ്ങൾ നോക്കിയാൽ ടെൻറ്റുകളൊക്കെ ഓൾറെഡി അടിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, അടുത്ത പ്രാവശ്യം ഒരു ദിവസം ഒന്നെങ്കിൽ ഈ ടെൻറ്റിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച റൂമിലൊന്ന് വന്ന് നമുക്ക് സ്റ്റേ ചെയ്യണം. എന്തായാലും വളരെ സുന്ദരമാണ് ടോപ്പ് സ്റ്റേഷൻ. ഒത്തിരി ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായിട്ടുള്ള ധാരാളം ആൾക്കാർ ടോപ്പ് സ്റ്റേഷൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം തമിഴ്നാട്ടിൽ നിന്നുള്ള യാത്രികരൊക്കെ ഈ ടോപ്പ് സ്റ്റേഷൻ കാണാൻ എത്തിയിട്ടുണ്ട്. ബൈക്ക് ട്രിപ്പുമായിട്ട് ധാരാളം ആൾക്കാർ വരുന്ന സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ. നിങ്ങൾ തന്നെ പറയുക, നിങ്ങൾ മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ. അവിടെ 2-3 സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യൂ പോയിൻറ്റുകളുണ്ട്. ടവർ കെട്ടിയ ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ പോയിൻറ്റ് നമുക്കുണ്ട്. അതുപോലെ താഴെ ഇറങ്ങി താഴെ നിന്നുള്ള വ്യൂ പോയിൻ്റ് ഉണ്ട്. വളരെ സുന്ദരമാണ്. അങ്ങനെ സുന്ദരമായിട്ടുള്ള ടോപ്പ് സ്റ്റേഷനും കണ്ട് നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും തിരിച്ച് നമുക്ക് താമസിക്കാനുള്ള മൂന്നാറിലെ ആനച്ചാലിലുള്ള ടീ കാസ്റ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്ക് വേണ്ടി ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആരോൺസ് കോട്ടേജിലാണ്. ഇതാണ് ആരോൺസ് കോട്ടേജ്. ഇത് മൂന്നാറിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഏറ്റവും ഒരു ലോ ബഡ്ജറ്റൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റേ നിങ്ങൾക്ക് മൂന്നാറിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റേ, വലിയ എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിലുള്ളൊരു സ്റ്റേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേ ആണ് ഈ ആരോൺസ് കോട്ടേജ്. മൂന്നാർ സിറ്റി ടൗണിനുള്ളിൽ തന്നെയാണ് ഈ ആരോൺസ് കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൗണിനുള്ളിൽ താമസിച്ച് സ്ഥലങ്ങൾ കാണാൻ പോകുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് പോകും. വളരെ സുന്ദരമായിട്ടുള്ള ഒരു അടിപൊളി ലഞ്ചാണ് നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കി എത്ര വിഭവ സമൃദ്ധമെന്ന് നോക്കി. ഞാനൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കാര്യമായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. സത്യത്തിൽ ചോറും മീൻകറിയും കപ്പയും കൂടെ ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു ലഞ്ച് നമ്മുടെ ആരോൺസ് കോട്ടേജ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്. സൂപ്പർ ഫുഡായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ ഉച്ചയ്ക്കത്തെ ഊണ് നമുക്ക് കഴിക്കാൻ പറ്റി. ഇന്ന് ലേറ്റ് ആയില്ല. ഇന്നലെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഊണ് കഴിച്ചപ്പോൾ 4 മണി കഴിഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ഊണും കഴിച്ച് ആരോൺസ് കോട്ടേജിൽ നിന്ന് നേരെ നമ്മുടെ പാപ്പൻ്റെ താർ റോക്സിൽ ടീ കാസ്റ്റിലിനെ ലക്ഷ്യമാക്കി ആനച്ചാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാൽ സുന്ദരമായ കാഴ്ചകളാണ്. നോക്കി നമ്മുടെ ഷാജുമോൻ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. കൂടെ സജീർ ഭായും പാട്ടൊക്കെ നല്ല ഒച്ചത്തിൽ ഇട്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ താമസിക്കേണ്ടതായിട്ടുള്ള ടീ കാസ്റ്റിലേക്ക് ഇത് എത്തിച്ചേരുവാണ്. ഇതാണ് നമ്മുടെ ടീ കാസ്റ്റിൽ. ടീ കാസ്റ്റിൽ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ്. എവിടെ നിന്ന് നോക്കിയാലും നല്ല സുന്ദരമായിട്ടുള്ള വ്യൂ. ഇതാണ് ടീ കാസ്റ്റിൽ എന്ന് പറയുന്ന ഹോട്ടൽ. ഭവ്യത കണ്ടോ? ഗെയ്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് നമ്മുടെ പാപ്പൻ്റെ താർ റോക്സിൽ വന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബസ്സിലും ടെമ്പോ ട്രാവലറുമായിട്ട് പുറകെ വരുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ നേരത്തെ വന്നുകൊണ്ട് തന്നെ റൂമിൽ ചെക്ക് ഇൻ ആകാനായിട്ട് എല്ലാവരും വരാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. പക്ഷേ അവർ കേരള ഫാം വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുവാണ്. ഷാജുമോൻ ചേട്ടൻ റൂമിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചേട്ടനെയും കൂട്ടി വന്നതാണ്. നമുക്ക് അങ്ങനെ റിസപ്ഷനിലേക്ക് ചെല്ലുവാണ്. വളരെ സുന്ദരമായിട്ടുള്ളൊരു ലോബിയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നല്ലൊരു പ്രോപ്പർട്ടി ആണെന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ, ലോബി കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രോപ്പർട്ടിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി ആയിരിക്കണം. അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ ചാവിയൊക്കെ മേടിച്ചു. ഞാനും ഷാജുമൻ ചേട്ടനും അതോടൊപ്പം സജീർ ഭായും കൂടെ ഒരു റൂമിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്കുള്ള റൂം തുറന്നു, റൂമിലേക്ക് കയറി. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. ഇവിടെ ഒരു ബെഡ് ഇങ്ങനെ ഉണ്ടെങ്കിലും അപ്പുറത്തെ സൈഡിൽ ഒരു സെപ്പറേറ്റ് ഏരിയ നമുക്കൊന്ന് ഇരുന്ന് ചർച്ച ചെയ്യാനൊരു ഡൈനിങ് ഏരിയ പോലുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ സൈഡിലുള്ള ഈ കർട്ടൻ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ടുള്ള വ്യൂ ആണ്. തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെയുള്ള വ്യൂ. രാവിലെയൊക്കെ എണീറ്റ് കഴിയുമ്പോൾ നല്ലൊരു ഫ്രഷ് വ്യൂ ആയിരിക്കും. അങ്ങനെയുള്ളൊരു വ്യൂ ആണ്. ഇതിൻ്റെ 3 സൈഡിലും ഇതുപോലെ തന്നെ ഗ്ലാസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഏത് സൈഡിലോട്ട് നോക്കിയാലും ഇങ്ങനെ സുന്ദരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ടീ കാസ്റ്റിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ സിറ്റി. അപ്പോഴത്തേക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം വന്നു. ഇനി നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇവിടുത്തെ പ്രോപ്പർട്ടിയുള്ള ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേണ്ടി മീറ്റിങ്ങിലേക്ക് പോകാം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2019 കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് എല്ലാത്തിനും ഏത് രീതിയിലുള്ള കാര്യങ്ങൾക്കാണെങ്കിലും നല്ല രീതിയിലുള്ള
സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള മീറ്റിങ്ങിന് ശേഷം ഡിന്നറും പാട്ടും മേളവും ബഹളവും ഒക്കെ ആയിരുന്നു. ഇത്രയും പാട്ടും മേളവും ഉള്ളതുകൊണ്ടൊന്നും നമുക്ക് ആ ഡിന്നറിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് സുഖമായിട്ട് രാത്രി പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഏറ്റവും ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലെത്തി. കാരണം ഇത് അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോഴേ അറിയാം ആരും വന്നിട്ടില്ല. കട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ടീയും ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് ഇരിക്കുന്നു. അതുപോലെ തന്നെ സൂപ്പറായിട്ടുള്ള സ്നാക്ക് ഐറ്റംസ്, അതുപോലെ തന്നെ പഴം പുഴുങ്ങിയത്, സാമ്പാർ, ചട്നി, ദോശ, അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലി, അങ്ങനെ പൂരി, കടലക്കറി, അങ്ങനെ ബ്രെഡ്, ടോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്, ജാം, ബട്ടർ, കോൺഫ്ലേക്സ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും 2 ടൈപ്പ് ജ്യൂസ്. ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ തന്നെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡിന്നറും വിഭവസമൃദ്ധമായിരുന്നു. ഉച്ചയ്ക്കത്തെ ഹെവി ആയിട്ടുള്ള ആഹാരം കഴിപ്പ് കാരണം ഡിന്നറൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് കഴിച്ചില്ല. എന്നാലും വളരെ ലൈറ്റായിട്ടുള്ള ഡിന്നറൊക്കെ കഴിച്ചുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ടീ കാസ്റ്റിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഇനി നമുക്ക് ലഞ്ച് സമ്മർ കാസ്റ്റിലാണ്. അവിടുന്ന് നമ്മൾ സീക്രട്ട് വാലിയിലേക്ക് പോകും. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്